ഹരിതം TV ചാനലിലേക്ക് എല്ലാ പ്രേക്ഷകർക്കും സ്വാഗതം. ഇന്ന് വിചിന്തനം ചെയ്യുന്നത് 2025 ജൂലൈ മാസ ഫലമാണ്. അത് ധനു രാശിക്കാരായിരിക്കുന്ന മൂലം, പൂരാടം, ഉത്രാടത്തിൻ്റെ ആദ്യത്തെ പാദമടങ്ങുന്ന നക്ഷത്രക്കാരുടെ ഫലമാണ് പറയുന്നത്. ഞാൻ ഹരികുമാർ, ദേവി ജ്യോതിഷാലയം, കാവുംപടി, മണർകാട്, കോട്ടയം. ഈ ചാനൽ പേരും നക്ഷത്രവും ചേർത്ത് കമൻറ്റ് ചെയ്യുകയും സബ്സ്ക്രൈബ് ചെയ്യുന്നവർക്കും വേണ്ടി പ്രത്യേകം പ്രാർത്ഥിക്കുന്നതാണ്. കൂടാതെ ജ്യോതിഷ കാര്യങ്ങൾക്ക് നേരിട്ട് വരികയോ ഫോൺ വിളിച്ച് ചോദിക്കുന്നതിനും അവസരമുണ്ടായിരിക്കുന്നതാണ്. വിവാഹ തടസ്സമായാലും ജോലി തടസ്സമായാലും സാമ്പത്തിക പ്രശ്നങ്ങളോ മറ്റ് ഗൃഹ നിർമ്മാണവുമായി ബന്ധപ്പെട്ടോ ഒക്കെയുള്ള കാര്യങ്ങൾക്ക് നേരിട്ട് വരികയോ ഫോൺ വിളിച്ച് ചോദിക്കുന്നതിനും അവസരമുണ്ടായി. ധനു രാശിക്കാരെ സംബന്ധിക്കുന്നിടത്തോളം ഏറ്റവും ദൈവാധീനമുള്ള ഒരു മാസമാണ്. അതായത് രാശിയുടെ അധിപനായിരിക്കുന്ന ആ സർവേശ്വരകാരകനായിരിക്കുന്ന വ്യാഴം നിവൃത്തിസ്ഥാനം സപ്തമ ഭാവത്തിൽ പൂർണ്ണ ബലവാനായിട്ട് നിൽക്കുന്നുകൊണ്ട് രാശിയിലേക്ക് ദൃഷ്ടി ചെയ്യും. വ്യാഴത്തിൻ്റെ പൂർണ്ണ ദൃഷ്ടി വരുന്നത് കൊണ്ട് സകലമാന ദോഷങ്ങളും മാറും എന്നാണ് പ്രമാണം. അങ്ങനെ നോക്കുമ്പോൾ ആരോഗ്യം പൊതുവെ തൃപ്തികരമായിരിക്കും. കണ്ടകശനിയൊക്കെ ഉള്ള സമയമാണ്. എന്നിരുന്നാലും അധിക ദോഷങ്ങളൊന്നും ബാധിക്കുകയില്ല. എങ്കിലും പൊതുവെ അലസത വന്നു പെടാതെയും ഇന്നെന്നുള്ള കാര്യം ഇന്ന് തന്നെ ചെയ്തു തീർക്കുകയും നാളേക്ക് മാറ്റിവെക്കാതിരിക്കുക. സ്വന്തം ഉത്തരവാദിത്തങ്ങൾ മറ്റുള്ളവരെ ഏൽപ്പിക്കാതിരിക്കുക. സുഹൃത്തുക്കളായാലും കുടുംബാംഗങ്ങളായാൽ പോലും സ്വന്തം ഉത്തരവാദിത്തം മറ്റുള്ളവരെ ഏൽപ്പിക്കാതിരിക്കണം. അങ്ങനെ പ്രവർത്തിച്ചെങ്കിൽ മാത്രമേ വിജയിക്കുകയുള്ളൂ. അല്ലെങ്കിൽ പല വിധത്തിലുമുള്ള കണ്ടകശനി ഉള്ളപ്പോൾ നഷ്ടങ്ങളും നാശങ്ങളും വന്നു ചേരുവാൻ സൂചനയുണ്ട്. അത് ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ ശ്രദ്ധിക്കുക തന്നെ ചെയ്യുക. ശ്രേയസ്സും യശസ്സും വന്നു ചേരുന്നതിന് യോഗമുണ്ട്. സുഹൃത്തുക്കളോ സഹോദര സ്ഥാനീയരോ ഒക്കെ സഹായിക്കും. എങ്കിലും സുഹൃത്തുക്കൾ മൂലമോ സഹോദര സ്ഥാനീയരും മൂലമോ ചില മനക്ലേശങ്ങൾ സൂചകമാണ്. ചില നഷ്ടങ്ങൾ സൂചകമാണ്. സാമ്പത്തികമായ ഇടപാടുകളിലൊക്കെ ഏർപ്പെടുമ്പോൾ വളരെ ശ്രദ്ധിക്കുക. നഷ്ടങ്ങൾ ഉണ്ടാകാൻ സൂചനയുണ്ട്. അറിഞ്ഞുകൊണ്ടായിരിക്കുകയില്ല സഹോദര സ്ഥാനീയരോ സുഹൃത്തുക്കളോ ചെയ്യുന്നത്. വിട്ടുപോയി കഴിഞ്ഞ് കൈമലർത്തിയിട്ട് കാര്യമില്ലല്ലോ. പാരമ്പര്യമായ രീതിയിൽ ഒരു ഭൂമി വന്നു ചേരുന്നതിനോ ഒക്കെ യോഗമുണ്ട്. പഴയതാണെങ്കിൽ ഒരു വാഹനം വാങ്ങുവാൻ സാമ്പത്തികം പിന്നോക്കം നിൽക്കുന്നവർക്കും സാധിക്കുന്ന ഒരു സമയമാണ്. അമ്മയുടെയും അതുപോലെ തന്നെ ഏറ്റവും വേണ്ടപ്പെട്ടവരുടെയും സ്നേഹാദരങ്ങളും ഒക്കെ ലഭിക്കുന്നതിനും ഒക്കെ ഒരു നല്ല ഒരു ദൈവാധീനമുള്ള സമയമാണ്. സന്താന കാര്യത്തെ ചിന്തിച്ചതിൽ സന്താനങ്ങളെ കൊണ്ട് ചില ക്ലേശങ്ങളൊക്കെ സൂചകമാണ്. സന്താന ഭാവത്തിൻ്റെ അധിപന്റെ സ്ഥിതി പാപബന്ധത്തോട് ചേർന്നായതിനാൽ അത് സന്താനങ്ങൾക്ക് ചില പ്രശ്നങ്ങളൊക്കെ വന്ന് പെടുക വഴി കുട്ടികളൊക്കെ ഉള്ളവർക്ക് ചില മനക്ലേശങ്ങൾ ഉണ്ടാകാം. അതുപോലെ തന്നെയാണ് വിദ്യാർത്ഥികളായിരിക്കുന്ന ഈ നക്ഷത്രക്കാർക്ക്. വിദ്യാഭാവത്തിൻ്റെ അധിപൻ കൂടിയാണല്ലോ പ്രതിഭാസ്ഥാനാധിപനായ ചൊവ്വ. അത് ഭാഗ്യസ്ഥാനത്താണ് നിൽക്കുന്നത്. എല്ലാ ഭാഗ്യവും വന്നു ചേരും. പക്ഷേ സമയമാകുമ്പോൾ എന്തെങ്കിലും ഒരു കാര്യം, ചെറിയ ഒരു കാര്യത്തിൽ ഉടക്കി പോകാതെ വളരെ ചെയ്യേണ്ട കാര്യങ്ങൾക്ക് സൂക്ഷ്മത ആവശ്യമാണ്. അതായത് കേതു എന്ന് പറയുന്ന പാപഗ്രഹത്തോട് യോഗം ചെയ്ത് പ്രതിഭാസ്ഥാനാധിപൻ നിൽക്കുന്നതിനാൽ ഇൻ്റർവ്യൂവിൽ പങ്കെടുക്കുമ്പോഴും ടെസ്റ്റുകളൊക്കെ എഴുതുന്ന, അതായത് ജോലിക്കായിട്ട് PSC ടെസ്റ്റുകൾ, മറ്റ് ഗവൺമെൻറ്റിൻ്റെ ടെസ്റ്റുകൾ, ഇൻ്റർവ്യൂവിൽ പങ്കെടുക്കുക, വിദേശത്ത് പോകുന്നതിനുള്ള പരീക്ഷകളൊക്കെ എഴുതുന്ന സമയത്ത് ഒക്കെ ചില പരാജയങ്ങൾ ഉണ്ടാകുവാൻ സൂചന. അത് വളരെ ശ്രദ്ധയോടും ജാഗ്രതയോടും കൂടി പഠനകാര്യത്തിലും ഒക്കെ ശ്രദ്ധിച്ചാൽ വിജയിക്കുവാൻ സാധിക്കുന്നത്. ദമ്പതികളായിട്ടുള്ളവർക്കും പൊതുവെ ഐശ്വര്യപൂർണമായ കാലം. കടങ്ങളൊക്കെ വീടുന്നതിന് സൂചനയുണ്ട്. പുതുമയുള്ള വസ്ത്രങ്ങളോ ആഭരണങ്ങളോ വന്നു ചേരുന്നതിനോ പുണ്യസ്ഥലങ്ങൾ സന്ദർശിക്കുന്നതിനുമൊക്കെ ദമ്പതികളായിട്ടുള്ളവർക്ക് മംഗളകാര്യങ്ങളിൽ പങ്കെടുക്കുവാനും യോഗമുള്ള ഒരു മാസമാണ്. അതുപോലെ തൊഴിൽ രംഗത്ത് അലസത മൂലം നഷ്ടങ്ങൾ ഉണ്ടാകാതെ വളരെ ശ്രദ്ധിക്കണം. തൊഴിൽ വിജയങ്ങൾ സൂചകമാണ്. തൊഴിൽ സ്ഥാനത്തിൻ്റെ അധിപൻ അവിടെ വ്യാഴത്തിൻ്റെ മുക്കാൽ ദൃഷ്ടിയൊക്കെ ഉണ്ട്. എങ്കിലും ചില ദുർബുദ്ധികളോ മൂലമോ ഒക്കെ തൊഴിൽ ഇപ്പോൾ ചെയ്തുകൊണ്ടിരിക്കുന്നത് വേണ്ടെന്ന് വെക്കുവാൻ വളരെ ധൃതി കൂട്ടുന്നത് പോലെ ഒക്കെ വരും. ജോലി വേണ്ടെന്ന് വെച്ചേക്കാം, ഉള്ള ജോലി രാജിവെച്ചേക്കാം.
എന്നൊക്കെ വിചാരിക്കാം. അല്ലെങ്കിൽ ഇപ്പോൾ ചെയ്തുകൊണ്ടിരിക്കുന്ന ബിസിനസ് ലാഭകരമല്ല, നിർത്തി പുതിയത് വേറൊന്ന് ചെയ്യാം എന്നൊക്കെ വിചാരിക്കുന്നവർ കാണും. ചെയ്തുകൊണ്ടിരിക്കുന്ന ജോലി നഷ്ടപ്പെട്ടാൽ പുതിയത് കിട്ടുക അത്ര എളുപ്പമുള്ള കാര്യമല്ല. അത് ശനിയുടെ ബന്ധം തൊഴിൽ സ്ഥാനത്തേക്ക് വരികയും തൊഴിൽ സ്ഥാനാധിപൻ നഷ്ടസ്ഥാനത്ത് നിൽക്കുന്ന ഒരു മാസമാണ്. അപ്പോൾ തൊഴിൽ മുഖാന്തരം നഷ്ടങ്ങൾ ഉണ്ടാകാം. ജാഗ്രതയോടുകൂടി നിന്നാൽ അത് ലാഭത്തിൽ വന്നു ചേരുവാനും യോഗമുണ്ട്. അതായത് ലാഭസ്ഥാനത്തേക്ക് ലാഭസ്ഥാനാധിപൻ ദൃഷ്ടി ചെയ്യുന്നതിനാൽ ബിസിനസ്സുകാർക്കോ മറ്റ് ഷെയർ മാർക്കറ്റിംഗ്, ഊഹാപോഹ കച്ചവടങ്ങളിൽ അങ്ങനെ അപ്രതീക്ഷിത ധന ആഗമന യോഗമുള്ള കാര്യങ്ങളൊക്കെ ചെയ്യുന്നവർക്ക് അപ്രതീക്ഷിതമായ ചില ഭാഗ്യങ്ങൾ വന്നു ചേരുവാനും ഈ ധനു രാശിക്കാർക്ക് യോഗമുണ്ട്. അതായത് ലോട്ടറി ഭാഗ്യം പോലെയുള്ള ഭാഗ്യങ്ങൾ വന്നു ചേരുക, ഒരു കുറിച്ചിട്ടി അടിക്കുക, അല്ലെങ്കിൽ ദീർഘകാലമായിട്ട് കടം കൊടുത്തിട്ട് ചോദിച്ചിട്ട് കിട്ടാത്ത വലിയ തുകകളൊക്കെ കിട്ടാനുണ്ടെങ്കിൽ കിട്ടുക, ചെറിയ സാമ്പത്തിക സഹായങ്ങൾ കിട്ടുക, കുടുംബത്തിൽ നിന്നോ ജീവിത പങ്കാളിയിൽ നിന്നോ ഒക്കെ ഉയർച്ച ഉണ്ടാകുക, സാമ്പത്തിക സഹായങ്ങൾ കിട്ടുക, അങ്ങനെ ഏതെങ്കിലും തരത്തിലൊരു സാമ്പത്തിക അപ്രതീക്ഷിത ആഗമന യോഗം ഉണ്ട്. വിദേശത്ത് ആയിരിക്കുന്നവർക്കും വിദേശത്ത് പോകണമെന്ന് ആഗ്രഹിക്കുന്നവർക്കും പൊതുവെ നല്ല ഒരു മാസമാണ്. അഭിവൃദ്ധികളൊക്കെ വന്നു ചേരും, വിജയങ്ങൾ വന്നു ചേരുന്ന ധനം വേണ്ട രീതിയിൽ വിനിയോഗിക്കണം. പ്രത്യേകിച്ച് അധ്യാപകരായാലും മറ്റ് സർക്കാർ ജീവനക്കാർ, പഞ്ചായത്ത്, വില്ലേജ് സെക്രട്ടറി ഓഫീസുകളിലൊക്കെ ജോലി ചെയ്യുന്നവർക്ക് പൊതുവെ നല്ല അധികാരത്തോടു കൂടിയൊക്കെ ഇരിക്കുവാനും മനസ്സിന് സന്തോഷമുള്ള കാലമാണ്. കാർഷിക രംഗത്ത് ജോലി ചെയ്യുന്നവർക്ക് പുതിയ കൃഷിയൊക്കെ ഇറക്കുന്നതിനോ ഒക്കെ നല്ല അവസരങ്ങളാണ്. വാഹനവുമായി ബന്ധപ്പെട്ട് ജോലികൾ ചെയ്യുന്നവർക്ക് വിജയങ്ങൾ വന്നു ചേരും. വാഹനകാരകനായിരിക്കുന്ന ശുക്രൻ ഭാഗ്യസ്ഥാനത്ത് നിന്നുകൊണ്ട് ലാഭസ്ഥാനത്തേക്ക് ദൃഷ്ടി ചെയ്യും. വളരെ ഐശ്വര്യപൂർണ്ണമായിരിക്കും. അതുപോലെ IT മേഖലകളിലോ മെഡിക്കൽ രംഗങ്ങളിലോ ഒക്കെ ജോലി ചെയ്യുന്നവർക്കും ശുക്രൻ്റെ സ്ഥിതി കൊണ്ട് ഐശ്വര്യപൂർണ്ണമായ സമയമാണ്. ഏറ്റവും പ്രധാനമായിട്ട് ശ്രീകൃഷ്ണസ്വാമി ക്ഷേത്ര ദർശനം നടത്തി പ്രാർത്ഥിക്കുന്നതും മഹാദേവന് ജലധാര പോലെയുള്ള വഴിപാടുകളൊക്കെ ചെയ്താൽ അപ്രതീക്ഷിതമായ വിജയങ്ങൾ വന്നിച്ചു. എല്ലാവർക്കും എല്ലാ നന്മകൾ വന്നു ചേരട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു.